ഹലോ ഫ്രണ്ട്സ്, പെപ്പർ ഹോം ഗാർഡൻ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുരുമുളക് കൃഷി തുടങ്ങാൻ പോവുകയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് നമ്മൾ താങ്ങാലായിട്ട് എടുത്തിരിക്കുന്നത് പയ്യാനി തൈയാണ്. അപ്പോൾ ഇതാകുമ്പം ഒറ്റ ഇതായിട്ട് തന്നെ പൊങ്ങിപ്പോവും. ഒപ്പം തന്നെ ശേഖരങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ തടിയായിട്ട് തന്നെ പോവും. പിന്നെ അധികം വേരുകളില്ല. അതുകൊണ്ടാണ് ഇപ്പം ഒത്തിരി പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കേടുകളും കുറവാണ്. അപ്പം ഒത്തിരി പേര് ചെയ്യുന്നതായതുകൊണ്ട് അത്യാവശ്യം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് ഇതിന്. ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് 20 രൂപയുടെ ചെറിയ തൈയാണ്. 20ൻ്റെ ഉണ്ട്, 50ൻ്റെ ഉണ്ട്, 10ൻ്റെ കിട്ടും. അപ്പോൾ 20ൻ്റെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. 10ൻ്റെ ഒക്കെ ആണെങ്കിൽ കുറേ ദിവസം കൊണ്ട് നമ്മൾ വെക്കേണ്ടി വരും. അപ്പം 20ൻ്റെ വാങ്ങിച്ച് നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കിത് നടാൻ പറ്റും. അതായത് നമ്മളൊരു ഇതുപോലെ തന്നെ ഒരു ചെറിയ കുഴി എടുക്കുക. ആ കുഴി എടുത്തിട്ട് അധികം ആഴമൊന്നും വേണ്ട, കുറച്ച് ആഴത്തിൽ കുഴി എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ചാണകപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ മുകളിലേക്ക് തന്നെ ആ മണ്ണ് വിട്ട് നമ്മൾ ഇത് നടുവാണ് ചെയ്യുന്നത്. അപ്പം അല്ലാതെ പോസ്റ്റൊക്കെയാണ്, അതായത് PVC പൈപ്പ്, കോൺക്രീറ്റ് പോസ്റ്റ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് മുടക്കേണ്ടി വരും. ഒരു പൈപ്പിന് തന്നെ ഏകദേശം 700-800 രൂപയോളം ആവും. പിന്നെ അതിന് കോൺക്രീറ്റ് ചെയ്യണം, പിന്നെ അതിന് വലിയ കുഴി എടുക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആദ്യമേ ഫിസിക്കൽ എഫേർട്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ പയ്യാനി തൈയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ബാക്കി മുരിക്ക്, കൊന്ന അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കേടുവന്ന് പോകും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യാനി തൈ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഷം കഴിയാതെ നമുക്ക് ഇതിനകത്ത് കുരുമുളക് നടാൻ പറ്റില്ല. അപ്പോൾ ഒരു വർഷത്തേക്ക് ഒരു ക്ഷമ നമുക്ക് വേണം. അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുരുമുളക് ഇതിൻ്റെ ചുവട്ടിൽ നടാൻ പറ്റുള്ളൂ. മറ്റേ പോസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോൺക്രീറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കുരുമുളക് നടാൻ പറ്റും. അല്ലാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർന്ന് വന്നു കഴിയുമ്പോൾ താങ്ങാനൊരു മാക്സിമം ഹൈറ്റ്, ഒരു മിനിമം ഹൈറ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് നടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനത് ഉണക്കച്ചാണപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ തക്കാലം നമ്മൾ 2 ഇതുപോലത്തെ ചിരട്ടയ്ക്കകത്ത് നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ നമ്മളത് വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ഇളക്കി കൊടുക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി കൂടി ഇട്ട് കൊടുക്കുന്നു. അത് ചെറിയൊരു സെൻറ്ററിലൊരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് നമ്മൾ ഒരു ശകലം ചാണകപ്പൊടി കൂടെ അതിലെത്തിട്ട് ഈ കവറൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എല്ലായിടും ഈസി ആയിട്ട് ഊരി എടുക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കീറി എടുക്കണം. ഇതിനകത്താണ് നമുക്ക് പിന്നെ വേണമെങ്കിൽ നടുവൊക്കെ ചെയ്യാം. വെറുതെ വേസ്റ്റ് ആക്കേണ്ടെന്ന് ഓർത്താണ് അങ്ങനെ ചെയ്യുന്നതാണ്. നേരെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നേരെ പൊങ്ങി ഇങ്ങ് പോരും. എന്നിട്ട് നേരെ വേര് പോകാതെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഇച്ചിരി മണ്ണ് കൂടെ ഇട്ട് ഉറപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ബാക്കി ഇത് മുഴുവൻ നടാനുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു 100-150 നമ്മൾ ഈ പറമ്പിൽ നടുന്നുണ്ട്. അപ്പോൾ സ്ഥലമുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഇതാണ്. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. പിന്നെ തണലുള്ളിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കയറി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിലുണ്ടായാലും കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം പുതിയ തൈ ആയതുകൊണ്ട് നനച്ചു കൊടുക്കണം. എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് നടാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു 25 ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ 25 നമ്മൾ നട്ട് തീർക്കുകയാണ്. അപ്പോൾ നിങ്ങളെ നടുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് നമുക്ക് കിട്ടിയത് നമ്മുടെ മുണ്ടക്കയത്ത് 504 കോളനി എന്നുള്ള മറ്റേ PK കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞുള്ള കൈരളി പെപ്പറൊക്കെ കിട്ടുന്ന അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പം ഞാനത് വാങ്ങിച്ചത് 20 രൂപയുടെയാണ്. അപ്പം പല സൈസിൻ്റെ ഉണ്ട്. അപ്പോൾ 20-50ൻ്റെ ഒക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ തന്നെയാണ്. ഇച്ചിരി വലുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. 50ൻ്റെ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിപ്പം സൈസ് കുറവാണ്. അപ്പം നമുക്ക് ബഡ്ജറ്റ് കുറവായതുകൊണ്ട് നമ്മൾ ചെറുത് വാങ്ങിച്ചത് മാത്രം. അപ്പം 25 നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്.
പക്ഷെ നമുക്കൊരു 100-300 നടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പതുക്കെ നട്ട് എടുക്കുവാണ്. പിന്നെ കുറച്ച് നമ്മൾ പൈപ്പിലും ചെയ്യുന്നുണ്ട്, അതിൻ്റെ വീഡിയോ നമുക്ക് വേറെ കാണിക്കാം. അപ്പം ഇത് ഞാൻ നടുന്ന രീതിയാണ്. അപ്പം ഇങ്ങനെ ചാണകപ്പൊടി ഇട്ട് വേറെ എന്തെങ്കിലും ഇപ്പം വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടിയോ കടലപ്പിണ്ണാക്കോ അങ്ങനെ എന്തെങ്കിലും ഇടുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പം നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് ചെയ്യുന്നത് മാത്രം. അപ്പം അങ്ങനെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോസ് കൊണ്ടൊന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതൊന്ന് ചാണകപ്പൊടി മാത്രം ഇട്ട് ചെറിയൊരു കുഴി ഒഴിച്ച് നമ്മളങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2-3 നട്ടിട്ടുണ്ട്. ഇവിടെ നട്ടിട്ടുണ്ട്, ഒപ്പം തന്നെ അവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇച്ചിരി വെയിൽ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഷെയ്ഡൊന്നും കൊടുത്തിട്ടില്ല. അതേസമയം ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പം വെയിലുള്ളത് കൊണ്ട് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തണൽ കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഓലയോ അല്ലെങ്കിൽ ഷെയ്ഡ്, അതുപോലത്തെ ഷെയ്ഡ് നെറ്റിൻ്റെ കട്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഒരു മറ, ഒരു തണൽ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇളം തൈയാണ് പെട്ടെന്നത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാനിതുപോലെ താഴെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുറഞ്ഞ തരം ഷീറ്റ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ നിറച്ചും പുല്ലൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കാണില്ല. അപ്പം ഒന്ന് പുല്ലാകാതിരിക്കാനും ഒപ്പം തന്നെ നമ്മളിപ്പോൾ മിഷൻ കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷീറ്റ് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അവിടെ നട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഗ്രാസ് കട്ടർ കൊണ്ട് കട്ട് ചെയ്യുമ്പം മൊത്തം ഈ നമ്മുടെ തൈയും കൂടെ പോകും. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറുതൊരു ഐഡൻറ്റിഫിക്കേഷനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് പറമ്പിൽ കൂടെയൊക്കെ നടുന്നത് കൊണ്ട് പെട്ടെന്ന് കാട് കയറും. അപ്പോൾ കാട് കയറുമ്പോൾ നമുക്കിത് അറിയില്ല നട്ടിട്ടുണ്ടെന്നേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടുന്ന എല്ലായിടത്തും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബാക്കിയുള്ള തൈയെല്ലാം നടാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ട്, 10 നട്ടിട്ടുണ്ട്. ഒരു 10-15 നടാനുണ്ട്. നമ്മൾ 25 മൊത്തം വാങ്ങിച്ചത്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് എല്ലാം കൂടെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 25 വാങ്ങിച്ചു. പിന്നെ ഞാൻ അവിടുത്തെ വീഡിയോയും, അതായത് നമ്മൾ ഈ ഇത് കിട്ടുന്ന എവിടെയാണെന്നുള്ള വീഡിയോയും പിന്നെ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതാണ്. അതായത് നമ്മളവിടെ ഇനി എടുക്കാൻ പോകുന്നുണ്ട് തൈകൾ, നമുക്ക് 10-100 വേണം. അപ്പോൾ അത് എടുക്കാൻ പോകുമ്പം അവിടുത്തെ കാഴ്ചകളും എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം നമ്മൾ ഈ കുരുമുളക് സംബന്ധവും അല്ലെങ്കിൽ മറ്റ് വീഡിയോസും എല്ലാം ഇടുന്നത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തിയിട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു പുതിയതായിട്ട് ഇറങ്ങിയൊരു ആളാണ്. പിന്നെ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു, പക്ഷേ ഇനി ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഇട്ടേക്കുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതിന് വരെ ഓക്കെ ബൈ.